ഗൈനക്കോളജിസ്റ്റാണ്, യൂറോളജിസ്റ്റും യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു പൊസിഷന്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ബർത്ത് പ്രൊസീജിയറിനൊക്കെ യൂസ് ചെയ്യുന്ന പൊസിഷനാണ് ഈ ലിത്തോട്ടമി എന്ന് പറയുന്നത് പൊസിഷൻ. അപ്പം അത്രയേ ഉള്ളൂ പൊസിഷനെ കുറിച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ പൊസിഷൻ പഠിച്ചു? ആദ്യം പഠിച്ചത് എന്തായിരുന്നു? അനാട്ടമിക്കൽ പൊസിഷൻ, പിന്നെ ടൈം പൊസിഷൻ, പിന്നെ മൂന്നാമത് പഠിച്ചത് ഫ്രോണ്ട് പൊസിഷൻ, പിന്നെ നാലാമത് പഠിച്ചത് ലിത്തോട്ടോമി പൊസിഷൻ. ഓക്കെ, ലിത്തോട്ടോമി പൊസിഷൻ. അപ്പോൾ ലിത്തോട്ടോമി എന്താണ്? ഡെലിവറി യൂറോളജി എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, സുപ്പൈൻ പൊസിഷൻ നമ്മൾ ഇരുന്നിട്ട് കാലൊക്കെ ഒരു ലെഗ് ഹോൾഡർ വെച്ചിട്ട് നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് കിടക്കുന്നതാണ് ഈ ലിത്തോട്ടോമി പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മൂന്നാമത്തത് പ്രോൺ പൊസിഷനാണ്. ബോഡി എങ്ങനെയാണ്? കമന്ന് കിടക്കണം, എന്നിട്ട് കൈയും കാലൊക്കെ ബോഡിനോട് ചേർന്ന് കിടക്കണം. ഈ ഒരു പൊസിഷൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ എന്താ വെന്റിലേഷൻ ഡിസ്ട്രിബ്യൂഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെയാണ് ലങ്സിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോൺ പൊസിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയെന്ന് വെച്ചാൽ സുപ്പൈൻ പൊസിഷൻ കിടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മലർന്ന് ഇങ്ങനെ ദേഹത്തോട് കൈയൊക്കെ ചേർത്തിട്ട് കിടക്കുന്നതാണ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചില സർജറിയിലൊക്കെ കാർഡിയാക് സർജറി ചെയ്യുന്നവർക്ക്, തൊറാസിക് സർജറി ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, അബ്ഡോമൻ സർജറി ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും സുപ്പൈൻ പൊസിഷൻ കിടക്കുന്നതാണ്.